അതൊക്കെ ശരിയാണ് എന്ന് കരുതി മീരയും സൂരജും അനുഭവിച്ച മനോവിഷമം ഞാൻ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. ആദർശന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്താ ആദർശേട്ടാ? ഒന്നുമില്ലടോ, എനിക്ക് താനും ഒന്നിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അതിന് അഭി ഇവിടുന്ന് മാറ്റി നിർത്തണം. അയ്യോ, അതൊന്നും വേണ്ട. നമ്മുടെ സന്തോഷങ്ങൾ ഓർത്ത് അഭിചേച്ചി ഇവിടുന്ന് പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞുവിടാനൊന്നും അല്ല മീര, തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുന്നു. അത് നമുക്ക് മാത്രമല്ല, അഭിക്ക് ഒരു ചേഞ്ച് ആയിരിക്കും. അങ്ങനെയല്ല ആദർശേട്ടാ. അഭിചേച്ചിയുടെ സ്വഭാവം വെച്ച് നമ്മൾ എന്ത് നല്ലത് ചെയ്താൽ പോലും അതിന്റെ ചീത്തവശം മാത്രമേ ചേച്ചി കാണൂ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഒന്നും വേണ്ട. ഈ വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കും. അതെനിക്കറിയാടോ. ഒരുപാട് കാര്യങ്ങളിൽ താൻ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാനും മനസ്സിലാക്കണ്ടേ? എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ആദർശേണ്ണ എനിക്കറിയാം. ആദർശേന്റെ സ്നേഹത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. ആ സ്നേഹം യാതൊരു കുറവുമില്ലാതെ കിട്ടിയാൽ മതി എനിക്ക്. ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമല്ല. പിന്നെ സൂരജ് പണ്ടായിരുന്നെങ്കിൽ സൂരജിന്റെ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മളെ സൂരജ് മനസ്സിലാക്കും, അത് ഉറപ്പാ. സൂരജ് ഒരു പാവ. അതുകൊണ്ടല്ലേ അഭി അത്രയ്ക്ക് അപമാനിച്ചിറക്കി വിട്ടിട്ടും എല്ലാം മറച്ചു വെച്ചത്. മീരയെ പോലെ തന്നെ സൂരജും നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരുന്ന ഈശ്വരൻ എന്നോട് ക്ഷമിക്കില്ല. ആദർശൻ അഭിചേച്ചിയോട് ക്ഷമിച്ചു എന്ന് കരുതി സമാധാനിച്ചതായിരുന്നു ഞാൻ. ഇതിപ്പോ വീണ്ടും ടെൻഷനായല്ലോ. ഏയ്, താനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? യാതൊരു ടെൻഷനും വേണ്ട. നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ കാര്യം ഡീൽ ചെയ്യാൻ എനിക്കറിയാം. പിന്നെ അഭിയെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നതല്ലേ. അവളുടെ മനസ്സിൽ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് താൻ സമാധാനത്തോടെ ഇരിക്കേ. എന്നാലും ആദർശേട്ടാ, ഒരെന്നാലും ഇല്ല. താൻ ഇതൊക്കെ മനസ്സിൽ നിന്ന് കളയടോ. ഞാനേ അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യട്ടെ, ഇപ്പൊ വരാം. എന്നാലും ആദർശ് എന്തായിരിക്കും സൂരജ് വന്നതിനെ പറ്റി ഒന്നും ചോദിക്കാതിരുന്നത്? സൂരജ് വന്നിട്ട് പോയത് ആദർശ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതായിരിക്കും ഒന്നും ചോദിക്കാതിരുന്നത്. അല്ലെങ്കിൽ എന്തായാലും അതേപ്പറ്റി അഭിയോട് ചോദിച്ചാനെ. അതുതന്നെയാവും കാരണം. എന്നാലും എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അതിപ്പോ എന്താ പറയാ? സൂരജ് വന്നപ്പോ അവിടെ സംഭവിച്ച കാര്യങ്ങള് അവൻ വിളിച്ചു പറയാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആദർശ് വരുമ്പോ ഒരു വഴക്ക് പ്രതീക്ഷിച്ച് തന്നെയാ ഞാനിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. അതാണ് എനിക്ക് അമ്പരപ്പ് വിട്ടുമാറാത്തത്. ഓ, അപ്പൊ ആദർശ് വഴക്കുണ്ടാക്കാത്താണോ ഇപ്പൊ നിന്റെ പ്രശ്നം? അല്ല, സൂരജ് അത് വിളിച്ചു പറയാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാവണ്ടെന്ന് കരുതി സൂരജ് പറയാതിരുന്നാണെങ്കിലോ? അത്രയ്ക്ക് വലിയ മഹാമനസ്കതയൊന്നും അവനില്ല. ഇത് അവൻ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആരാ വിളിക്കുന്നത്? പർച്ചേസ് മാനേജരാ. ഹലോ. ആ അതെ, ഞാൻ വീട്ടില. പറഞ്ഞോളൂ. എവിടെ? മലേഷ്യയും തായ്ലാൻഡോ? ഞാനോ? അല്ല, ഞാനെങ്ങനെ? ആദർശ് പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്? ശരി ശരി, ഞാൻ പറയാം. ആദർശും അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നേരിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ശരി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഫ്ലാറ്റിന്റെ ഇന്റീരിയർ ഡിസൈനിങ് പർച്ചേസ് മലേഷ്യയിലും തായ്ലൻഡിലൊക്കെ പോയി ചെയ്യാൻ പറഞ്ഞു വിളിച്ചതാ. ആര്? നിങ്ങളെയോ? അതെ, ഞാൻ തന്നെ. അതെന്താ, ഞാൻ പോയി വാങ്ങിയ സാധനങ്ങൾ കിട്ടില്ലേ? ജിമ്മിൽ ഏതെങ്കിലും മെഷീനുകൾ വാങ്ങാൻ നിങ്ങൾ പോയാ ഓക്കെ. അല്ലാതെ ആന്റിക് ഐറ്റംസും ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ എന്താന്ന് വല്ല ഐഡിയ നിങ്ങൾക്കുണ്ടോ? അതെല്ലാം മോഡൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഡിസൈനിങ് ടീം അയച്ചു തരും. നമ്മൾ അത് നോക്കി വാങ്ങിച്ചാ പോരെ?
എന്നാലും അങ്ങോട്ടേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ഞാനും കൂടി വരാം. അതെങ്ങനെയാ? നീ വന്നാൽ ശരിയാവില്ല. അതെന്താ ഞാൻ വന്നാൽ ശരിയാകാത്തത്? എടീ, ഇത് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതല്ലേ? അപ്പോ ഉടനെ തന്നെ തിരികെ വരണമല്ലോ. ഫാമിലി ട്രിപ്പിനൊന്നും സമയം ഉണ്ടാവില്ല. ഇത് നമ്മുടെ സ്വന്തം കമ്പനിയാ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. ആ, അങ്ങനെ പറഞ്ഞാലും ആദർശല്ലേ ഇത് പറഞ്ഞത്. അപ്പോ നീ തന്നെ തീരുമാനിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞാ അതൊരു പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവും ആവില്ല. ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. കമ്പനിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആദർശ് മാത്രമൊന്നുമല്ല. അവിടെ എനിക്കും അമ്മയ്ക്കും ഒക്കെ സ്ഥാനമുണ്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ആരെ എന്നെ തടയുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ പറയണ്ട, മനസ്സിലായോ? വിദ്യക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു അവസരമാണല്ലോ. അതെ, മഹാബലിപുരത്തെ ഡാൻസ് ഫെസ്റ്റിവലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എല്ലാ ഡാൻസ് ഫോമുകളും എല്ലാ വർഷവും നടത്താറുണ്ട്. ആ, അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഉറപ്പായും പോണം. ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് വരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ വേറെ ആരാ അത് ചെയ്യാൻ? അതാണ് ഞാനും ചിന്തിച്ചത്. എല്ലാവരും കൂടെ ഒന്നിച്ചു പോകാമെന്ന് കരുതിയതാ. പക്ഷെ അമ്മയ്ക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞു. അതിനെന്താ, സാവിത്രിയമ്മ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് വാ. ഞാനത് പറഞ്ഞു. അമ്മയ്ക്ക് പക്ഷേ മീരയോടൊപ്പം നിന്നാൽ കൊള്ളാമെന്നുണ്ട്. മീര ആദർശം വീട്ടിൽ വന്നപ്പോൾ അമ്മയെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തല്ലോ. അമ്മ അവിടെ പോയി നിൽക്കുന്നതിനോട് ഹരിക്ക് എന്താ തോന്നുന്നത്? അതിപ്പോ അമ്മയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് തടയുന്നത് ശരിയല്ലല്ലോ. എന്നാലും എന്താ ഹരി, എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. ഹരിയുടെ ഉള്ളിൽ എന്തോ നെഗറ്റീവ് ഫീൽ ഉണ്ടോന്ന് തോന്നുന്നല്ലോ. അതിപ്പോ എന്താന്ന് വെച്ചാൽ ആദർശ് വളരെ സ്ട്രെയിറ്റ് ആയി കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ബന്ധങ്ങൾക്കും സാധനങ്ങൾക്കും വാല്യൂവും കൊടുക്കും. പക്ഷേ അവിടെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. അവർക്കാർക്കും നമ്മളോട് അങ്ങനെ ഒരു അടുപ്പമോ പരിഗണനയോ ഇല്ല. അതുകൊണ്ട് സാവിത്രിയമ്മ അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെയുള്ളവരെങ്ങനെയായിരിക്കും അമ്മയോട് പെരുമാറുക എന്ന കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുണ്ട്. ആദർശ് സൂരജിനോട് അവിടെ ജോലിക്ക് കയറാൻ പറഞ്ഞു. പക്ഷെ അഭിരാമിയും മറ്റും അതിനെ തടയുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു മടി. എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊന്നും നമുക്ക് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. അവിടെ മീരയുടെ അടുത്ത് പോയാൽ അവിടെയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അമ്മ പലതവണ എന്നോട് ചോദിച്ചായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ തനിയെ വീട്ടിൽ നിൽക്കാമെന്ന്. അതെന്തായാലും വേണ്ട. തനിയെ വീട്ടിൽ നിൽക്കുന്നത് ശരിയാവില്ല. എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ അടുത്ത ആരുമില്ലാതെ അമ്മ കഷ്ടപ്പെട്ടു പോകും. അതേപ്പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ അമ്മ ഒന്നും കേൾക്കില്ല. എന്തായാലും അമ്മയോട് നെഗറ്റീവായിട്ടൊന്നും പറയണ്ട. ഞാൻ മീരയോടൊന്ന് ചോദിക്കട്ടെ. അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. അങ്ങനെ ആവാം. പിന്നെ ആദർശം വന്നുകൊണ്ട് പഴയ പോലെ അഭിരാമി അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ആ, ആദർശ് അവിടെ ഇല്ലായിരുന്നപ്പോൾ അധികാരം സ്ഥാപിക്കാനായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയതായിരിക്കാം. ഇനി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ആദർശിൻ്റെ സുഭദ്രാൻ്റിയുമായി അമ്മ കൂട്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ ഡാൻസ് ഫെസ്റ്റിവലിന് പോകാൻ പ്ലാൻ ചെയ്തോളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ അമ്മയ്ക്ക് അവിടെ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യാം. നോക്കാം. സാഹചര്യം പോലെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അമ്മേ, എന്താ ബി? കമ്പനിയിൽ നിന്ന് ഇന്റീരിയർ ഡെക്കറേഷനിലുള്ള ഹാൻഡിക്സ് വാങ്ങാൻ മലേഷ്യയിലും തായ്ലാന്റിലൊക്കെ പോവാൻ വിഘ്നേഷ് ചേട്ടനോട് പറഞ്ഞിരിക്കുക. ആരാ പറഞ്ഞത്? ആദർശാണോ? ആദർശ് പറഞ്ഞിട്ട് പർച്ചേസ് മാനേജറെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും വിഘ്നേഷ് ചേട്ടൻ അങ്ങോട്ട് പോവല്ലോ, ഞാനും കൂടി പോട്ടെ എന്ന് ചോദിക്കാനാ വന്നത്. എന്ന് നീ ഇവിടെ ചെല്ലേ. ആദർശിനോട് പറഞ്ഞ് നിനക്കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്താ പോരെ? അത് മതി. എന്നത്തേക്കാ യാത്ര? അത് വല്ലതും പറഞ്ഞോ? ഇല്ല, ഉടനെ പോണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താമ്മേ? നീ വിഘ്നേഷിനെ പർച്ചേസിന് അയക്കുകയാണെന്ന് അഭി പറഞ്ഞു. ഞാൻ പർച്ചേസ് മാനേജറോട് പറഞ്ഞായിരുന്നു.
ഞാനിപ്പോൾ പോയാൽ ശരിയാവില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓർഡറായി വരുന്നതല്ലേ ഉള്ളൂ. അതാ വിഘ്നേഷ് പോട്ടെ എന്ന് കരുതിയത്. അല്ല, എന്തുപറ്റി? വിഘ്നേഷ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അഭി കൂടി എൻ്റെ ഒപ്പം വരാമെന്ന് പറയുന്നു. ആ, അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതൊരു പ്ലഷർ ട്രിപ്പ് ആവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് വരൂ. കണ്ടോ, ഇത്രയുള്ളൂ കാര്യം. ഇതിനാണ് ആദർശ് സമ്മതിക്കാൻ സാധ്യത കുറവാണെന്നും നമ്മുടെ കമ്പനി കാര്യത്തിന് വേണ്ടി പോകുന്നതാ ഉടനെ വരണമെന്നൊക്കെ പറഞ്ഞ് വിഘ്നേഷ് ചേട്ടൻ ബഹളം വെച്ചത്. അത് ഞാൻ നോർമലായിട്ട് അങ്ങനെ പെരുമാറുന്നതുകൊണ്ട് വിഘ്നേഷ് പറഞ്ഞതാവും. അല്ലാതെ അഭിയെ കൊണ്ടുപോകാതെ തനിയെ പോകാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അല്ല വിഘ്നേഷേ? അതെ. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ കിട്ടിയ അവസരമല്ലേ. ഭാര്യയും കുട്ടി പോവാൻ സ്വാഭാവികമായി ഒരു മടി കാണുമല്ലോ. അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചതാ. പിന്നെ വിഘ്നേഷ് ചേട്ടനെ തനിയെ വിടാൻ എനിക്കും വിശ്വാസമില്ല. അതുകൊണ്ടാ ഒരുമിച്ച് പോവാന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഇനിയിപ്പോ നിങ്ങൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. സമയം കളയണ്ട. ഒന്ന് ഷോപ്പിങ്ങിന് പോണം. കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതെ, നമ്മൾ പർച്ചേസിന് വേണ്ടിയാണ് യാത്ര പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഇവിടുന്ന് തന്നെയല്ലേ വാങ്ങിക്കാൻ പറ്റൂ. ശരി, ആയിക്കോട്ടെ, വാങ്ങിക്കാം. എന്നാ വാ, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? വാ. ഓ, ഇരിക്കെ. അവക്ക് സന്തോഷമായി. അവരിതുവരെ ഒരുമിച്ച് ദൂരസ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലല്ലോ. അതെന്താ പോവാതിരുന്നേ? പല പ്രാവശ്യം പോകാൻ പ്ലാൻ ചെയ്തതാ. ഓരോ തടസ്സങ്ങൾ വന്ന് മാറ്റിവെച്ച് പിന്നെ അത് നടന്നില്ല. ഇപ്പോഴാണ് സമയം ഒത്തു വന്നത്. അവര് സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ അമ്മേ. അതെ. ആദർശേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ആദർശേട്ട സത്യം പറയോ? അതിലെന്താ സംശയം? ഞാൻ മീരയോട് നുണ പറയില്ലല്ലോ. അഭിചേച്ചി ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനൊരു യാത്ര തന്നെ ഉണ്ടാക്കിയത്? അതെ, ഞാൻ മീരയോട് പറഞ്ഞിരുന്നില്ലേ. അബിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ദേഷ്യം കാണിക്കോ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അബി അതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ ചെയ്യൂ. ഇതാവുമ്പോ സന്തോഷത്തോടെ അനുസരിക്കും. ഇതെന്തായാലും ചേച്ചിക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. വിഘ്നേശ്വരനൊപ്പം കറങ്ങാൻ കിട്ടിയ അവസരമല്ലേ? ആ അതെ, അവര് കുറച്ചു ദിവസത്തേക്ക് പോയിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതെന്താ? രഹസ്യമായിട്ടൊന്നുമില്ല മീര. നമ്മൾ മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ തന്നെയാ. അബി പോയി തിരിച്ചു വരുമ്പോഴേക്കും സൂരജിന്റെ കാര്യം ഇവിടെ ശരിയാക്കണം. അബി ഇല്ലാത്ത സ്ഥിതിക്ക് എതിർക്കാൻ ആരുമില്ലല്ലോ. ആ, അത് നന്നായി. അപ്പൊ പിന്നെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരു വഴക്കം ഉണ്ടാവില്ലല്ലോ. അതെ, ഇതിപ്പോ നമുക്ക് വേണ്ട കാര്യവും നടക്കും, ആർക്കും പ്രശ്നവുമില്ല. ഇതാണല്ലേ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? അതെ. സൂരജ് നമുക്ക് ചെയ്ത സഹായങ്ങള് മറക്കാൻ പറ്റുമോ? ഞാനില്ലാതിരുന്ന സമയത്ത് മീരയ്ക്കൊപ്പം നിന്ന് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ എന്നോട് സ്നേഹം കാണിച്ച ഒരാളിനെ എന്റെ ആവശ്യം കഴിഞ്ഞ ഉടനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടിയാ അബി സൂരജിനോട് മോശമായിട്ട് പെരുമാറിയെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്കും ദേഷ്യം തോന്നിയത്. എനിക്കതറിയാം ആദർശേട്ടാ. പക്ഷേ സൂരജിന്റെ എന്നല്ല, ഏത് കാര്യത്തിന്റെ പേരിലായാലും നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാ വേദനിക്കാൻ പോകുന്ന അമ്മയാ. ഒരമ്മയ്ക്ക് മക്കളെല്ലാവരും ഒരുപോലെയല്ലേ. ആരെയും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായി മീരെ. അതുകൊണ്ട് കൂടിയാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. സൂരജിന്റെ കാര്യം മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് പൂർണ്ണമായ സമാധാനത്തോടെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം. തൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് പരാതിയും പരിഭവവും പറയാതെ സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ഇവിടെ കഴിയുന്നതല്ലേ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ആദർശേട്ടൻ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കണ്ട. ഞാൻ 100% ഇവിടെ ഹാപ്പിയാ. എനിക്കറിയാം, താനൊന്നും മറക്കണ്ട. നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഞാൻ മീരയ്ക്കൊരു വാക്ക് തന്നിരുന്നു. പക്ഷേ ആ വാക്ക് പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല. അന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞതായിരുന്നില്ല. മീരയെ ഒരു വിഷമം അറിയിക്കാതെ സന്തോഷത്തോടെ നോക്കണമെന്ന് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ മീരയ്ക്ക് തന്നത് വിഷമങ്ങളും വേദനകളുമായിപ്പോയി. അതിനൊരു പരിധിവരെ അഭി ഒരു കാരണമാണ്. ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വഴക്കും പ്രശ്നങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനിയുള്ള കുറച്ചു ദിവസം
നമ്മുടേതായ ദിവസങ്ങളാക്കി നമുക്ക് മാറ്റണം. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ആദർശന് തോന്നുന്നത് ഇതൊക്കെ. ഞാനിവിടെ പരിപൂർണ സന്തോഷവതിയാ. പിന്നെ അഭിചേച്ചി, അതൊന്നും ഞാനൊരു പ്രശ്നമായിട്ട് പോലും കണ്ടിട്ടില്ല. എന്നാലും സാരമില്ല. ഇതിപ്പോ അബിക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അത് ശരിയാ. യാത്രയുടെ കാര്യം അറിഞ്ഞപ്പോ തന്നെ ചേച്ചി വലിയ സന്തോഷത്തിലാ. ഏതായാലും ആദർശൻ ഇങ്ങനൊരു മാർഗം കണ്ടെത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആർക്കും ദോഷം ഉണ്ടായില്ലെങ്കിൽ കുറച്ച് വളഞ്ഞ വഴി പ്രയോഗിക്കുന്നതില് തെറ്റൊന്നുമില്ല. ഞാൻ എന്തായാലും സൂരജിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറയാം. സൂരജ് ഒരു ജോലി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വേണ്ട, ഫോണി പറയണ്ട. നമുക്ക് നേരിട്ട് പോയി സൂരജിനെ കണ്ട് കാര്യം പറയാം. അതാ നല്ലത്. ഞാൻ വിളിച്ചിട്ടല്ലേ സൂരജ് എന്ന് വന്നത്. അന്നുണ്ടായ അപമാനത്തിനും നമ്മൾ മാപ്പ് പറയേണ്ടതല്ലേ? അങ്ങനെയൊന്നും കാണണ്ട ആദർശേട്ടാ. സൂരജിന് ഒരു പിണക്കവും കാണില്ല. സൂരജിന് പിണക്കം കാണില്ല. ബീനാൻറ്റിക്ക് എന്തായാലും അന്നത്തെ സംഭവം വലിയ നാണക്കേടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും നേരിക്കണ്ട് സംസാരിച്ച് പിണക്കങ്ങൾ മാറ്റുന്നത് തന്നെയാണ് നല്ലത്. അതാണ് അതിന്റെ ശരിയും. ശരി, ആദർശന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എനിക്കും അച്ഛനെ ബീനാമയ്ക്കും ഒന്ന് കാണാലോ. അതെ, നമുക്ക് ഉടനെ തന്നെ പോവാം. ശരി. ഹരിയേട്ടൻ എന്തിനാ അതിന് സമ്മതിക്കാൻ പോയത്? സാവിത്രി അമ്മ അവിടെ ചെല്ലുന്നത് മീരയ്ക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ആ അഭിരാമിക്കും മാധവി മാഡത്തിനും അത് ഇഷ്ടമായെന്ന് വരില്ല. വെറുതെ എന്തിനാ മീരമോളുടെ ജീവിതത്തിൽ ഒരു കല്ലുകടിയാവുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാ? ഇങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ടല്ലേ. സാവിത്രിയമ്മയെ തനിച്ച് ആ വീട്ടിലാക്കി മനോജിന് പോകാൻ പറ്റില്ലല്ലോ. എന്തിനാ തനിച്ച് അവിടെ ആക്കുന്നത്? സാവിത്രി അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാലോ. ഞാൻ പൊന്നുപോലെ നോക്കില്ലേ? ഇതിപ്പോ മീരയുടെ വീട്ടുകാരെ എന്ത് വിചാരിക്കും? അവരുടെയൊക്കെ മുമ്പില് ഞാൻ വെറുതെ കുറ്റക്കാരിയാവും. അതെങ്ങനെ? എനിക്ക് നോക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാവും മീരയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതെന്നല്ലേ കരുതൂ. അതിപ്പോ അമ്മയ്ക്ക് മീരമോളുടെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. പിന്നെ അവൾ ഇവിടെ ഇല്ലാതെ അമ്മ ഇവിടെ വന്ന് നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിലും അവർക്കൊക്കെ നമ്മളോട് ഒരു സ്നേഹവും ഇല്ല. ഹരിയേട്ടനാണ് ഈ ഓവർ ആത്മാർത്ഥത കാണിക്കുന്നത്. മനോജിനായാലും സാവിത്രി അമ്മയ്ക്കായാലും മീരയോട് മാത്രമാണ് സ്നേഹം. അങ്ങനെയൊന്നും ഇല്ല ബീന. ഇതിപ്പോ അവരുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറും. മീരമോൾ അവരുടെ ചോരയാണ്. മായയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടിയാണ് അവർ മീരയ്ക്ക് കൊടുക്കുന്നത്. അത് പാടില്ലെന്നോ മീരമോളെക്കാൾ പ്രാധാന്യം നമുക്ക് തരണമെന്നോ പറയാൻ നമുക്ക് സാധിക്കില്ല. ഇതൊക്കെ ആ ധന്യയുടെ ബുദ്ധിയായിരിക്കും. അവൾക്ക് അമ്മായിയമ്മയെ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ പാവത്തിനെ ഒഴിവാക്കുന്നത്. എന്തു വന്നാലും ബീന എന്തിനാ ധന്യെ പഴിക്കുന്നത്? എനിക്കറിയാവുന്നതുപോലെ ധന്യയെ ഹരിയേട്ടൻ അറിയില്ലല്ലോ. പണ്ട് തൊട്ടേ അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവളെപ്പോലൊരു സ്വാർത്ഥയെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല ബീനെ. പിന്നെ സാവിത്രി അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാ. അത് മാത്രമല്ല, ഭാര്യയുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ ഒഴിവാക്കി നിർത്തുന്ന ഒരാളല്ല മനോജ്. അങ്ങനെ മാറ്റി നിർത്തുമായിരുന്നുവെങ്കിൽ ആദ്യമേ മാറ്റി നിർത്തേണ്ടത് നമ്മളെയല്ലേ. അത് മനോജ് ചെയ്തിട്ടില്ലല്ലോ. മീരമോളുടെ എന്ത് കാര്യത്തിനും രണ്ടാമതൊന്നും ആലോചിക്കാതെ വിളിക്കാൻ പറ്റുന്ന ഒരാളാ മനോജ്. അതൊക്കെ ഹരിയേട്ടൻ പാവമായതുകൊണ്ട് തോന്നുക. സത്യത്തിൽ ഇതെല്ലാം ധന്യയുടെ ബുദ്ധിയാ. ഹരിയേട്ടനോട് ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നോണ്ടേ ഹരിയേട്ടൻ ഇനി അവകാശം ഒന്നും ചോദിച്ചു ചെല്ലില്ലല്ലോ. എന്തവകാശം? എന്റെ ഹരിയേട്ട, ആ വീട്ടിലെ സ്വത്തുക്കളില് മനോജിനെ പോലെ തന്നെ തുല്യ അവകാശിയല്ലേ മായ. മായ ഇല്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ മീരയ്ക്കല്ലേ കിട്ടേണ്ടത്. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും അവര് മീരയുടെ പേരിൽ കൊടുത്തിട്ടുണ്ടോ? എന്റെ മോൾക്ക് അങ്ങനെ ഒരു അവകാശവും വേണ്ട. അവൾക്ക് കൊടുക്കേണ്ടത് അവർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് സ്നേഹമാ. ഒരു മുത്തശ്ശിയുടെയും അമ്മാവിൻ്റെയും സ്നേഹം. അല്ലാതെ പണത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശം എനിക്കും എൻ്റെ മോൾക്കും ആവശ്യമില്ല. അവൾക്ക് വേണ്ടത് അവളുടെ അച്ഛനായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മതി. വേണോന്നല്ല ഹരിയേട്ടൻ ഞാൻ പറഞ്ഞത്. ഹരിയേട്ടൻ അവരെ ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തിയത് കൊണ്ട് പറഞ്ഞതാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി മേലാൽ ഇങ്ങനൊരു സംസാരം വേണ്ട. പിന്നെ അവരൊന്നും കൊടുത്തില്ല എന്നുള്ള ചിന്തയും വേണ്ട. അവരാൽ കഴിയുന്നതൊക്കെ
മീരയുടെ വിവാഹത്തിനും അല്ലാതെയൊക്കെ അവര് തന്നിട്ടുണ്ട്. അതല്ല ഹരിയേട്ടാ ഞാൻ പറഞ്ഞത്. അതെന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മുടെ വിഷയം സാവിത്രി അമ്മയുടെ ആഗ്രഹമാണ്. ഒരു മുത്തശ്ശി എന്ന നിലയ്ക്ക് സാവിത്രി അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാൽ നോക്കേണ്ടത് മീരമോളുടെ കടമയാണ്.